ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത തീർച്ചയായും ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ തന്നെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു മരിച്ച തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 11-ന് വീട്ടുവളപ്പിലാണ് സംസ്കരിക്കുക. ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 68 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ 2ാം നിലയിലൂടെ അടച്ചിട്ടിരുന്ന ടോയ്ലറ്റ് ഭാഗമാണ് തകർന്നത്. രക്ഷാപ്രവർത്തനം വൈകിയതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ചൊക്കെയും നമുക്ക് ബോധ്യമുള്ളതുമാണ്. നമുക്ക് വിവരങ്ങളിലേക്ക് പോകാം. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടം ആ കുടുംബത്തിനെ തകർത്ത് കളഞ്ഞു എന്ന് പറയേണ്ടി വരും. കാരണം ആതുര രംഗത്ത് നിന്ന് ഏറ്റവും നല്ല ചികിത്സ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മകളെയും കൂട്ടി ആ കുടുംബം കോട്ടയം മെഡിക്കൽ കോളേജിനെ അഭയം പ്രാപിച്ചത്. പക്ഷെ അവിടെ വെച്ച് അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ, അവർക്ക് താങ്ങാനാവാത്ത സ്ഥിതിയിലേക്ക് ആ കുടുംബം പോയത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആ കരച്ചിൽ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ 11 മണിക്ക് ബിന്ദുവിൻ്റെ സംസ്കാരം നടക്കാനിരിക്കുന്നു. വിവരങ്ങൾ എന്താണ്? വീണ, അപ്രതീക്ഷിതമായിട്ടുള്ള അപകടം, അതോടൊപ്പം എടുത്തു പറയേണ്ടത് അധികൃതരുടെ അനാസ്ഥ. ഇക്കാണുന്നതാണ് ബിന്ദുവിൻ്റെ വീട്. അതിസാധാരണമായിട്ടുള്ള ഒരു കുടുംബം. ഈ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ഗ്രഹനാഥ അതാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു വീടിൻ്റെ മാത്രമല്ല, ഒരു നാടിൻ്റെ ഒന്നാകെ ദുഃഖമാണ് ഇവിടെ നമുക്ക് വന്നപ്പോൾ കാണാൻ സാധിച്ചത്. കാരണം ആ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് വസ്ത്രവ്യാപാരശാലയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ബിന്ദു. ആ ഒരു അത്താണിയായ ഒരു അമ്മ പോകുന്ന സമയത്ത് ഒരു കുടുംബത്തിനുണ്ടാകുന്ന ആ വിഷമം ആണ് ഇവിടെ നമുക്ക് വന്നപ്പോൾ കാണാൻ സാധിച്ചത്. സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത് 11 മണിക്കാണ്. ഒരു 7:30 തന്നെ ആശുപത്രിയിലേക്ക് ബന്ധുക്കളെത്തി മൃതദേഹം ഏറ്റുവാങ്ങും. അതിനുശേഷം നേരെ ഈ കാണുന്ന തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ 8:30 മൃതശരീരം കൊണ്ടുവരുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനുശേഷം തൊട്ടു മുകളിലായിട്ട് പൊതുദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഏകദേശം 2-2.5 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത് വീട്ടുവളപ്പിൽ തന്നെയാണ്. നേതാക്കളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പെട്ടെന്നുണ്ടായ അപകടം എന്നതിനേക്കാൾ ഉപരി അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായ വലിയൊരു അനാസ്ഥ. രക്ഷാപ്രവർത്തനം ഏകദേശം 2.25 മണിക്കൂറോളമാണ് വൈകിയത്. ഒരു ജീവൻ പൊലിയേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ആ 2.25 മണിക്കൂറോളം ഈ അമ്മ ജീവന് വേണ്ടിയിട്ട് മല്ലിടുകയായിരുന്നു ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ. എല്ലാവരും, പ്രത്യേകിച്ച് മന്ത്രിമാരടക്കമുള്ളവർ പറഞ്ഞത് ആരും തന്നെ ആ ബ്ലോക്കിൽ ഉണ്ടായിരുന്നില്ല. ഉപയോഗിക്കാത്ത ഒരു ബ്ലോക്കാണ്, അവിടെ ആരുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തുകയും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാകുകയും ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഈ അമ്മ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. 2.25 മണിക്കൂറിന് ശേഷം 1 മണിയോടുകൂടിയാണ് ബിന്ദുവിനെ കണ്ടെത്തുന്നത്. പക്ഷേ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, നവമിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ബിന്ദു അവിടെ എത്തിയത്. ന്യൂറോ ട്രോമ കെയർ വിഭാഗത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മകളെ അവിടെ എത്തിച്ചിരിക്കുകയായിരുന്നു. കൂട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്തിയതായിരുന്നു ബിന്ദു കുളിക്കാനായിട്ടാണ് ഈ 3 നില കെട്ടിടത്തിൻ്റെ ശുചിമുറി അടങ്ങുന്ന ബ്ലോക്കിലേക്ക് പോയത്. ഏകദേശം 60, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 57 വർഷം പഴക്കമുള്ള ബ്ലോക്കാണ് അത്. നമുക്കറിയാം, തൊട്ടപ്പുറത്ത് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ബ്ലോക്ക് പ്രവർത്തനക്ഷമമാകുവാൻ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചില ഉദ്ഘാടന ചടങ്ങുകളടക്കം നടത്താനായിട്ട് കുറച്ച് കാലതാമസം എടുത്തിരുന്നു. പക്ഷേ ഇന്നലെ അപകടം നടന്നതിന് തൊട്ട് പിന്നാലെ അത് പിന്നീട് പ്രവർത്തനക്ഷമമൊക്കെ ആകെ ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായി എന്നുള്ളതാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയൊരു അനാസ്ഥ ഉണ്ടായി. അതൊരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥയെ തന്നെ ഇല്ലാതാക്കി. ഇന്നലെ ഈ ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞത്, ഞങ്ങൾക്ക് പോകേണ്ടതൊക്കെ പോയി, ഇനി എന്ത് പറഞ്ഞിട്ടും എന്താണ് കാര്യം എന്നുള്ളതാണ്. കാരണം ഒരു വീട്ടിലെ ഒരു ഗൃഹനാഥ പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടൊരു മരണം സംഭവിക്കുമ്പോൾ ആ വീടിനുണ്ടാകുന്ന ദുഃഖം, അത് ഇന്നലെ നമ്മൾ കേരളം മുഴുവൻ കണ്ടതാണ്. എന്തായാലും ഇനി സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി
വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളൊരാവശ്യം കഴിഞ്ഞ ദിവസം തന്നെ വിവിധ സംഘടനകൾ ഉന്നയിച്ചിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളമെമ്പാടും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയ്ക്കെതിരെ, ആരോഗ്യമന്ത്രിക്കെതിരെ അടക്കം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും ഈ വീട്ടിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾക്ക് മുന്നേ പൊതുദർശനം ഉണ്ടാകും. ബന്ധുക്കൾ അടക്കമുള്ളവർ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നാട്ടുകാരും ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുട്ടച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതശരീരം ഇവിടേക്ക് ഏകദേശം 8:15-8:30 ഈ വീട്ടിലേക്ക് രേഷ്മ വിവരങ്ങൾ നൽകുകയായിരുന്നു. ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് നോക്കൂ, ആ വീടിന് മുന്നിൽ നിന്ന് രേഷ്മ ഈ വിവരങ്ങൾ നൽകുമ്പോൾ ആ വീട്ടിലിരിക്കുന്നവരും ആ വീടും ഒക്കെയും എത്ര കണ്ട് കരയുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാകും. രേഷ്മ സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ബിന്ദു. ആ ജീവൻ നഷ്ടപ്പെട്ടതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടു എന്ന അവസ്ഥയിലേക്കാണ് കുടുംബം എത്തിച്ചേർന്നിരിക്കുന്നത്. നാടൊന്നാകെ വിലപിക്കുകയാണ്. പക്ഷേ ഈ ഒരു മരണം സംസ്ഥാനം ഒന്നാകെ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നു. അതിൻ്റെ കാരണം നമുക്കറിയാം. ഏറ്റവും അവസാനത്തെ ആശ്രയമായ മെഡിക്കൽ കോളേജുകളിൽ പോലും നമുക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്നലെ രാവിലെ ഒരു 11:30 കണ്ടത്. രേഷ്മ, ഈ പൊതുദർശനം ഇന്ന് അവിടെ വീടിന് തൊട്ട് മുകളിലുള്ളൊരു സ്ഥലത്ത് ഏർപ്പാടാക്കിയിരിക്കുന്ന കാര്യം രേഷ്മ പറഞ്ഞു. ആ നാട്ടിൽ ഈ ബിന്ദുവിൻ്റെ മരണം എന്ന് പറയുന്നത് സംസ്ഥാനം ഒന്നാകെ ഒരു പ്രതിഷേധമായി നിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. ആ നാട്ടുകാരും അത്ര കണ്ട് വിഷമത്തിനൊപ്പം പ്രതിഷേധത്തിലുമല്ലേ? അതെ വീണ, അതായത് ഒരു നാടൊന്നാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം പെട്ടെന്നാണ് ഇവിടേക്ക് ഈ ഒരു നാട്ടിലേക്ക് മരണവാർത്ത എത്തുന്നത്. പൊടുന്നനെ എത്തിയ ഒരു മരണവാർത്ത ഇപ്പോഴും അത് വിശ്വസിക്കാനായിട്ട് ഈ നാട്ടിലുള്ളവർക്ക് സാധിച്ചിട്ടില്ല. ചേട്ടാ, ഹലോ, എങ്ങനെയാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ? എങ്ങനെയാണ്? രാവിലെ 7 മണി 8 മണിയോടുകൂടി അവിടുന്ന് ബോഡി റിലീസായി കിട്ടും. മോർച്ചറി വെച്ചിരിക്കുകയാണ്. അത് ഇവിടെ 8:30 എത്തും. അത് 11 മണിക്കാണ് സമയം ക്രമീകരിച്ചേക്കണത്. അപ്പം മുകളിലൊരു കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഒരു പറമ്പുണ്ട്, അവിടെയാണ് പന്തലിട്ട് അതിൻ്റെ ഓരോ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയേക്കണത്. 11 മണിക്ക് തന്നെ നടത്തണം. ബോഡി അധികം വെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടല്ലോ. ബിന്ദു വർക്ക് ചെയ്തിരുന്നിടത്ത് നിന്നൊക്കെ ആൾക്കാർ വരും. ഒരു ശിവാസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട് പള്ളിക്കവല, പടിഞ്ഞാറക്കവല ജംഗ്ഷൻ ഇപ്പുറത്ത്. അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും അത്യാവശ്യം എല്ലാവരും വന്നായിരുന്നു. എല്ലാ നേതാക്കന്മാരും എല്ലാ പ്രതിനിധികളും വന്നിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, നമ്മുടെ തലയോലപ്പറമ്പ് ഏരിയ സെക്രട്ടറി, പാർട്ടിയിലുള്ള എല്ലാ സംസ്കാര ചടങ്ങുകൾ 11 മണിക്ക് തന്നെ നടക്കും. വീണ, 11 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. അതിന് ഏകദേശം 8:30 തന്നെ ഇവിടേക്ക് ഈ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. തലയോലപ്പറമ്പിൽ ബിന്ദുവിൻ്റെ വീട്ടുവളപ്പിൽ അത് ഏറ്റവും ദാരുണമായ അതിസങ്കടകരമായ വാർത്ത അവിടെ നിന്ന്.